സാർ ഒരു നടനാണ്, സംവിധായകനാണ്, അതിലുപരി ഒരു മേജറും കൂടിയാണ്. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒരു എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ലഹരി എന്ന് പറയുമ്പോൾ എപ്പോഴും സിനിമയിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ 2 പേരുകളാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ഷൈൻ ടോം ചാക്കോ, മറ്റൊന്ന് ശ്രീനാഥ് വാസിയം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എനിക്ക് ഷൈനെ എനിക്ക് നല്ലപോലെ അറിയാം. ഇത്രയും നല്ലൊരു വ്യക്തിനെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഞാൻ അറിയുന്ന ഷൈനെ പല സദസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭവ്യതയിലും മര്യാദയിലും സംസാരിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. ആണോ? അയ്യടാ പാവം. ആ ഒരു കാര്യം പറഞ്ഞോണ്ടെങ്കിൽ അതൊരു കാര്യം പറയുമ്പോൾ കേൾക്കത് എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ വരില്ല. സാർ ഒരു മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്, കുഴപ്പമില്ല, ശരിയാ. പക്ഷെ ഷൈന് ഓക്കെ ഇങ്ങനൊരു സംഭവത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന വരെ പോലെയാ. അപ്പൊ ഡ്രഗ് അടിച്ചിട്ട് അല്ലെങ്കിൽ അതടിച്ചിട്ട് അത് ഇപ്പോഴൊന്നും കാണില്ലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. കഞ്ചാവ് മാത്രം വലിക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം. MDMA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നവരൊന്നും കണ്ടിട്ടില്ല. കഞ്ചാവ് വലിക്കുന്നതാണോ നീ എനിക്ക് കാണുന്ന കുറ്റം?